കണ്ടോ. ഇപ്പോൾ ആഡ് എൻവയോൺമെൻറ്റ് എന്നുള്ള കൊടുത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ലൈറ്റും അതുപോലെ അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസും ഒക്കെ നമുക്ക് കിട്ടി. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റിനെ ലൈറ്റ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഈസി വഴിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ഒരു ഷിഫ്റ്റ് എ പ്രസ് ചെയ്യണം, ഒരു മെഷ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് എസ് പ്രസ് ചെയ്ത് പിന്നെ ടാബ് പ്രസ് ചെയ്ത് എഡ്ജ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്ത് ഈ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് പകരം ഒരു ആഡ് ഓൺ ഉണ്ട്. അതിന് നമ്മൾ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രിഫറൻസസ് എടുക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ഏത് ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ എഡിറ്റിൽ വരണം, പ്രിഫറൻസസ് എടുക്കാം. ഇതിനകത്ത് QLE സെർച്ച് കൊടുക്കുക. QLE ഇതാണ് ഒരു പ്ലഗിനായിട്ടുള്ളത്. ക്വിക്ക് ലൈറ്റിംഗ് എൻവയോൺമെൻ്റ് ആണ്. ഇതിനകത്ത് ഇൻസ്റ്റാൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആഡ് ഓണിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. QLE കണ്ടോ, ഓൾറെഡി ടിക്ക് വീണിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിഫറൻസസ് സേവ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ സീൻസിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം എടുക്കുന്നുണ്ടായിരിക്കും കണ്ടോ. ഇപ്പോൾ ആഡ് എൻവയോൺമെൻറ്റ് എന്നുള്ള കൊടുത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ലൈറ്റും അതുപോലെ അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസും ഒക്കെ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഞാനൊരു കാറിൻ്റെ മോഡൽ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടോ കാർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. കാർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഷിഫ്റ്റ് എ പ്രസ് ചെയ്തിട്ട് നമുക്കൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ക്യാമറ ഇതിനകത്ത് ക്രിയേറ്റ് ആവണില്ല. 0 പ്രസ് ചെയ്താൽ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യണം, ക്യാമറ. ഇപ്പോൾ ക്യാമറ ക്രിയേറ്റ് 0 പ്രസ് ചെയ്താൽ ക്യാമറയുടെ ഉള്ളിലേക്ക് പോയി. ഓക്കെ, ഇനി ഈ ലോക്കിൻ്റെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോക്കായി. നമുക്ക് സൂം ഔട്ട് ചെയ്യാം. നമ്മുടെ കാർ സെലക്ട് ചെയ്തിട്ട് ഒരു ഡോട്ട് പ്രസ് ചെയ്താൽ മതി. ലൊക്കേഷൻ സെറ്റായി. ഓക്കെ, അപ്പോൾ ഈസി. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റെൻഡറിങ്ങിലേക്ക് വരാം. വേണ്ട, ഇനി നമ്മൾ F12 പ്രസ് ചെയ്തിട്ട് റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായി. അപ്പോൾ അതായത് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ആഡ് ഓൺ ഉണ്ട്, ക്വിക്ക് ലൈറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ള ആഡ് ഓൺ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിരുന്നു നമുക്ക് കാറ് പ്രൊഡക്റ്റ് റെൻഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.